ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ജാസ്മിന്റെ പേര് പറഞ്ഞില്ല എന്ന് എന്തൊക്കെയാ ഇന്നലെ കാട്ടിക്കൂട്ടിയത് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും മിസ് ചെയ്യാതെ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. എനിവേ ഇന്നലെ നമ്മുടെ ഗബ്രിക്കുട്ടൻ പുറത്തായിരിക്കുവാണ്. പുറത്തായ സമയത്ത് എന്തുകൂടെ ഇവിടെ നടന്നത്? മരണ വീട് വല്ലതായിരുന്ന? എനിക്കറിയത്തില്ല. അവൾ എന്തൊക്കെയാ കിടന്ന് കാണിച്ചത് ഫുള്ള് ഡ്രാമയാണെന്ന് ഏത് വ്യക്തിക്ക് മനസ്സിലാവും. എല്ലാവർക്കും മനസ്സിലാവും അവൾ അതിനകത്ത് കിടന്ന് കാണിച്ചത് മൊത്തം ഡ്രാമയാണ്. അതിന്റെ കൂട്ടത്തെ അവൾ ചിരിക്കുന്നതൊക്കെ കണ്ട് എവിക്റ്റഡ് എഴുതി കാണിച്ചപ്പോൾ അവൾ ചിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ സംഭവം? എന്റെ പൊന്നേ, എന്തൊക്കെ കാണണം. പുറത്തുള്ളൊരു ചെറുക്കം പോയെന്നും പറഞ്ഞ് അവൾ ഇതുപോലെ വിഷമിച്ച ഞാൻ കണ്ടിട്ടില്ല. ഇനി അവളുടെ എൻഗേജ്മെന്റ് മുടങ്ങിയ ഒരു സമയമുണ്ടല്ലോ, അവൾ ബ്രേക്കപ്പ് ആയ ആ സമയത്ത് പോലും അവൾ ഇങ്ങനെ കരഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ട്. എടി മുന്നക്കെയും ഇവരും അഫ്സലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നോട് തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഈ കാണിക്കുന്നത് എന്തൊക്കെയാണ്? ഇനി ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലെന്ന് ഇപ്പം നിനക്കൊക്കെ മനസ്സിലായല്ലോ. അവളവിടെ കാണിക്കുന്ന പ്രവർത്തികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അല്ലാതെ അവളെ ഡീഗ്രേഡ് ചെയ്യാനോ എടുക്കാനോ ഞാനായിട്ടത് ശ്രമിച്ചിട്ടില്ല. അവൾ ചെയ്യുന്നത് മൊത്തം പോക്കൃത്തരമാണ്. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. പിന്നെ കുറേ മഹാന്മാർ വന്നിരുന്ന് കമന്റ് ചെയ്യുന്നു, നീ ഇനി എന്ത് വെച്ച് കണ്ടന്റ് ചെയ്യും? അവർ പോയില്ലേ, ഇനി നിനക്ക് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ചാത്തന്മാർ കൊണ്ടുവരും, എവിടുന്നെങ്കിലുമൊക്കെ കണ്ടന്റ് കൊണ്ടുവരും. അവൾ അതിനകത്ത് നിൽക്കുമല്ലേ, അവൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അതിനകത്ത് കാണിക്കും. എന്തായാലും ഈ ഒരു ഷോ അറിയപ്പെടുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും പേരില്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഗബ്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറായിരുന്നു. കൺഫേംഡ് ആയിട്ട് ടോപ്പ് 5 വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അവനായിട്ട് അവൻ്റെ ഗെയിമും കൊണ്ടുപോയി തൊലച്ച്. എന്തായാലും അളിയനിപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. 11 മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇതിനകത്ത് മൊത്തം പുറത്ത് ഗബ്രി ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത് പ്രണയമാണോ? അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങിയിട്ട് ടയേർഡാണ്, അവർക്കൊന്നും ശരിയായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം. അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു മാനസികാവസ്ഥയിലല്ലെന്ന് ഞാൻ എൻ്റെ ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല. അങ്ങനെ ഉറക്കം കാണുമോ? ഫോൺ കിട്ടിയപ്പം തന്നെ കാര്യം ഏകദേശം മനസ്സിലായി കാണും. പക്ഷെ ഇതെല്ലാം കൂടെ കണ്ടു തീർക്കാൻ ഇത്തിരി സമയം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ സമയം കൊടുക്കൂ. അവൻ തീർച്ചയായിട്ടും പറയും. അവനെ കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ അവൻ്റെ വായിന്ന് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങൾ ഇനി അറിയാൻ കിടക്കുന്നു? അഫ്സലിന്റെ കാര്യം അറിയാൻ കിടക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് അറിയേണ്ട കാര്യങ്ങളല്ല അറിഞ്ഞിട്ട് അവനായിട്ട് തന്നെ വന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. പിന്നെ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞുണ്ടോ അതിനെപ്പറ്റി ഒന്നും പറയാറായിട്ടില്ല എന്ന്. അതേപോലെ തന്നെ അവൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് വേറൊരു ഡയലോഗ് വീണ്ടും അടിക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം. അല്ല ബ്രോ, ഇന്നലെ ഗബ്രി ഔട്ടായതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് മിസ് അല്ലെങ്കിൽ ഓൾഡർസ് പറഞ്ഞു, പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിനോട് ബാക്കി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് AV കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ അവർക്ക് തന്നെ അറിയാം. പ്രണയമൊന്നല്ല കേട്ടത്, അത് അതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. അപ്പൊ എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു, ഗബ്രി എന്തുകൊണ്ട് സ്റ്റേജിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ജാസ്മിന്റെ പേര് പറഞ്ഞില്ല എന്ന്. അതിനുള്ള ഉത്തരം കിട്ടിയല്ല. കാര്യം ജാസ്മിന്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ജാസ്മിൻ എൻ്റെ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞിട്ട് നിന്നെയൊക്കെ അറിയേണ്ട കാര്യം എന്തിന് എന്നാണ് ഉദ്ദേശിച്ചത്. ജാസ്മിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. ജാസ്മിൻ എന്നിട്ട് വേറെ കുറെ ടീമുകൾ അവൻ ഫ്രണ്ടാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. അവൻ ഫ്രണ്ടാണെന്ന് അവ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അവന് പിന്നെ എന്തോ പറയാൻ പറ്റും? ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ പ്രണയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വെച്ച് ഉപയോഗിച്ചിട്ട് പോവാണെന്ന്? അവനത് പറഞ്ഞു പോയപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇനി അവിടെ ചെന്നിട്ട് ഇനി ജാസ്മിന്റെ മാത്രം പേര് എടുത്ത് പറഞ്ഞില്ല, അങ്ങനെയാണ് മറ്റേയാണെന്നൊന്നുമല്ല. ഇവനും പ്രണയമാണെന്നറിയാം, അവൾക്കും പ്രണയമാണെന്നറിയാം. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കത്തില്ല എന്നും അറിയാം. പിന്നെ അവൾ ഇന്നലെ കാട്ടിക്കൂട്ടിയതെല്ലാം ഡ്രാമയാണ്. അവളായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവനെ ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു മട്ടിലാണ് അവൾ പല കാര്യങ്ങളും. അവൾ ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പോന്നെങ്കിൽ പോട്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഗബ്രിയും കുറെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഗബ്രി ഇത് സത്യങ്ങളെല്ലാം പുറത്തെ കാര്യങ്ങളെല്ലാം അറിയുമ്പം ഗബ്രി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നൊന്ന് കാണണം. കാര്യം എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഗബ്രിയെ സംബന്ധിച്ച് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ഗബ്രി എടുത്ത് ഇവളൊന്നും അറിയിക്കാനും ശ്രമിച്ചിട്ടില്ല. അപ്പൊ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറയും തോറും ഇവള് വളച്ചൊടിച്ച് പല കാര്യങ്ങളും പറയുമായിരുന്നു. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞ കേട്ടല്ലേ, പ്രണയമൊന്നും അല്ല ഏട്ടാ, അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ലെന്ന്. ഇനി ചിലപ്പോൾ അവന്റെ ഉള്ളിൽ ഇനിയിപ്പോ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന അവൻ കല്യാണം കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കിനകത്തോട്ട് പോവാം. ഇന്നലെ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ
ഞാൻ അതിനകത്ത് നടന്നൊരു സംഭവം പറഞ്ഞുതരാം. ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ Q&A എങ്ങാണ്ടാന്ന് തോന്നുന്നു നടത്തിയത്. അപ്പോൾ അതിനകത്ത് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചപ്പം ഗ്ലാമി ഗംഗ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉദ്ദേശം വേറെ ആരെ പറ്റിയില്ല, ജാസ്മിനെ ഉദ്ദേശിച്ചായിട്ട് തന്നെ പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. പേര് പിന്നെ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തായാലും അതൊന്ന് കണ്ടുപോകാം. റിലേഷൻഷിപ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, ഫുൾ സ്റ്റോറി. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പോണെടുത്ത് വരണടുത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മുമ്പും ഇത് കണക്കാണ് അങ്ങാടി തോറ്റൻ അമ്മേരെ നെഞ്ചാത്തെന്ന് പറയണ പോലെ എവിടെയെങ്കിലും ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു യൂട്യൂബർ അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെച്ചെന്നും പറഞ്ഞു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വെച്ചെന്നും പറഞ്ഞു, ദയവ് ഇതും മറ്റുള്ളവരും അങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഈ പറയുന്ന ആൾക്കാർ പലരെയും ചതിക്കുന്നുണ്ടായിരിക്കാം, ചതിച്ചിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചതികളെല്ലാം ഇങ്ങോട്ട് ഏറ്റുവാങ്ങിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരാളാണോ പെണ്ണോ ആര് ചതിച്ചാലും ഈ വിക്ടിമിൻ്റെ വില അല്ലെങ്കിൽ ഈ വിക്ടിമിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഇത് ഫേക്ക് ഐഡിയ ആണ് കേട്ടോ. അത് കാണുമ്പോൾ അറിയാം ഫേക്ക് ഐഡിയ ആണ്. ഇത് വല്ല PR വർക്കിൻ്റെയോ വല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂത്തൂക്കി ചോദിക്കും, ഇതിനുള്ള ഉത്തരം ഞാൻ തരാം. കാരണം വന്നത് മറ്റുള്ളവരെ വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ട് ദയവ് ചെയ്ത് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ നടക്കരുത്. അവരെ പോലെ ആയിരിക്കൂല എല്ലാവരും. ഗംഗയുടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇടയിൽ ഒരാൾ അങ്ങനെ ആയെന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന 10,000 പേരും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ കണ്ടത്. അത്രേ ഉള്ളത്. റയർ സ്പീഷ്യസ് ആണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വ്യക്തിയെ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഗംഗയും അസ്ലയും ജാസ്മിനും ഒക്കെ ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം ഗംഗയൊക്കെ തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. കാര്യം അത്രയ്ക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റി റിയൽ സ്വഭാവം എന്താണെന്ന് അതിനകത്ത് അവൾ ചെന്ന് കാണിച്ചപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവരാരും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾ അതിനകത്ത് കാണിച്ചു കൂട്ടിയ പ്രവർത്തിക്കാണ് ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നത്. കാര്യം എനിക്ക് തോന്നി ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യാത്തത് അസ്ല മാത്രമേ ഉള്ളൂ തോന്നുന്നു. അസ്ലയുടെ ഭാഗത്ത് നിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവളെ കാര്യം നോക്കിയിട്ട് അവളെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കണക്ക് തന്നെ ഈ ഗംഗയുടെ കേസായാലും ഇവരെല്ലാം ഇവരുടെ കാര്യം ഈ അത്ര കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് പോലും ഗംഗയൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചൊറിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി അവരെന്തായാലും റിയാക്ട് ചെയ്യും. അതങ്ങനെയാണ്. അപ്പം അതൊന്നും പറഞ്ഞിട്ട് എന്താ പറയണ്ട, ഇനി ഗംഗയുടെ മണ്ടയിലോട്ട് ആൾക്കാരെടുത്ത് ചാടാനും ചീത്ത വിളിക്കാനും ഇവളുടെ കുറേ ഫാൻസ് ഉണ്ടല്ലേ, അങ്ങോട്ട് ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണ്. ബുദ്ധി വിവരമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ജാസ്മിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അവളെ എങ്ങനെങ്കിലും നിങ്ങൾ ടോപ്പ് 5 എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കും. നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടന്നോട്ടെ. ഇത് കാര്യം നിങ്ങൾ എന്തായാലും എന്നെ ചീത്ത വിളിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നിർത്താനും പോകുന്നില്ല. പിന്നെ എല്ലാവർക്കും ഭയങ്കര എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും വിഷമമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെന്ന് നിങ്ങളെല്ലാവരും ഇത്രയ്ക്ക് എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അതറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.